എടാ മോനെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി എങ്ങനെ യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് ഇതിലെ കാര്യങ്ങൾ, ഗൈഡ് ലൈൻസ് എന്താണെന്ന്, ഇതിന്ന് എങ്ങനെ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് കിട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഇതാണ് നമ്മളുടെ സ്റ്റോറി. ഞാനിവിടെ എൻറ്റയർ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യൂരിയസ് ആണെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്ത് നോക്കാം. ബട്ട് ഇൻ ഇസ് നട്ട്ഷെൽ ഞാൻ കുറേ ഹൈ ലെവൽ ഗ്ലോബൽ ടീംസിനായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, കുറേ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ, നല്ല സ്കിൽഡ് ഉള്ള ആൾക്കാർ കമ്മ്യൂണിക്കേഷനിൽ ലാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വിചാരിക്കുന്ന ഒരു പൊസിഷനിക്കോ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ഒരു പാക്കേജിക്കോ അവർക്ക് എത്താൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഫ്രീ കമ്മ്യൂണിറ്റി ഇംഗ്ലീഷ് പഠി സർക്കിൾ എന്ന് പറഞ്ഞിട്ട് March 31 ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് ഒരു ഫെയിലിയറിലേക്ക് മൂവ് ആയി. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആർക്കും അതിനൊരു വാല്യൂ ഇല്ല. അഡ്മിൻസിന് കയറി തെറി വിളിക്കുക. അങ്ങനെ നമ്മൾ വാല്യൂ പാക്ഡ് ആയിട്ട്, കുറച്ചും കൂടി നല്ല വാല്യൂ പാക്ഡ് ആയിട്ട് വന്നൊരു കോഴ്സാണ് കമ്മ്യൂണിറ്റി 3.0 പ്രീമിയം. ആൻഡ് ഓൾസോ നമ്മളെ കമ്മ്യൂണിറ്റി 1 അടിപൊളിയായിരുന്നു. അതിൽ നിന്ന് നമുക്ക് കുറേ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിറ്റി 2 ആണ് നമ്മൾ ഫെയിൽ ആയത്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ക്യൂരിയസ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നൗ കംസ് ടു ദ നെക്സ്റ്റ് പാർട്ട്, വിച്ച് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ് ആൻഡ് ഹൗ ടു ഗെറ്റ് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അതായത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന് എങ്ങനെ ഇതിൻ്റെ മോസ്റ്റ് ജ്യൂസ് നിങ്ങൾക്ക് കിട്ടാന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒറ്റൊരു ഗ്രൂപ്പ് ആയിരിക്കും. സ്റ്റാർട്ട് ഹിയർ ഓർ വെൽക്കം ഓൺ ബോർഡിംഗ് എന്ന് പറയുന്ന ഒറ്റ ഗ്രൂപ്പ് ആയിരിക്കും. ഈ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തന്നിട്ടുള്ളത് കുറച്ച് ഫ്യൂ ഡേയ്സിന് വേണ്ടിയിട്ടാണ്. കാരണം 1-ാം തീയതി ആയിരിക്കും നമ്മളുടെ കോഴ്സ് കാര്യങ്ങൾ, അതിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ലോഞ്ച് ചെയ്യുക. അതുവരെ ഫ്യൂ ഡേയ്സ് നിങ്ങൾക്ക് ബാക്കിയുള്ളവരായിട്ട് പരിചയപ്പെടാനും ഒരു സിങ്ക് ബിൽഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ആക്കി തന്നേക്കുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, ഇനി അതിൻ്റെ മേലെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ ഗ്രൂപ്പുകൾ കാണാം. ആൻഡ് മുകളിൽ ഒരു അനൗൺസ്മെൻറ്റും കാണാം. ഈ അനൗൺസ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഉണ്ടാവില്ലേ. മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കോഴ്സ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ 1-ാം തീയതി നമ്മൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, ബിഗിനേഴ്സ് ചാലഞ്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കും ആക്ടിവിറ്റീസിന് വരാൻ പോകുന്നത് എന്നുള്ള മേജർ അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഇവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു കീപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഇൻ്റർവ്യൂ ടോക്സ്, ബഡി ടോക്ക് ഫോർ ഇൻ്റർമീഡിയറ്റ് ബിഗിനേഴ്സ്. ഇതൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നും. ബട്ട് ഇത് ഭയങ്കര ഈസിയാണ്. കാരണം നമ്മളെ കമ്മ്യൂണിറ്റി 1 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്ത കുറച്ച് ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ പാത്തും ഇൻ്റർമീഡിയറ്റ്സിന് വേണ്ടിയിട്ട് വേറൊരു പെർട്ടിക്കുലർ പാത്തുമാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു എൻവയൺമെൻറ്റ്, ഈ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു എൻവയൺമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ ഗ്രാജുവലി ഇങ്ങനെ ഇമ്പ്രൂവ് ആയി പോകും. അപ്പോൾ അവർക്ക് നമ്മൾ ഓവറായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. അവർക്ക് വേണ്ടിയിട്ട് വേറെ കുറച്ച് ലെസൺസും കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നതായിരിക്കും. ബട്ട് ഇപ്പം നമ്മൾ ഇൻ്റർമീഡിയറ്റ്സിന് വേണ്ടി കൊടുക്കുന്നത് ബഡി ടോക്ക് ഫോർ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് മാത്രമാണ്. അതായത് നമ്മൾ ഇവിടെ വരുമ്പോൾ ബഡി ടോക്ക് ഫോർ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതിൽ വെറും സീരിയസ് ലേണേഴ്സ് മാത്രം കയറാൻ പാടുള്ളൂ, അതിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കിക്ക് ഔട്ട് ചെയ്ത് കളയും. അപ്പോൾ അതാണ് ബഡി ടോക്ക് ഫോർ ഇൻ്റർമീഡിയറ്റ്. നിങ്ങൾ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് സംസാരിച്ച് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണ്ട വൊക്കാബ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള കുറേ സെറ്റപ്പ് നമ്മൾ പറഞ്ഞുതരും. പിന്നെ അഡ്വാൻസ് യൂസേജും പറഞ്ഞുതരും. അത് നെക്സ്റ്റ് മന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് അല്ലാതെ തന്നെ വരുന്ന ഒരു ഗ്രൂപ്പാണ്, വേറൊരു ഗ്രൂപ്പ് തന്നെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഇൻ്റർവ്യൂസിൽ സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇൻ്റർവ്യൂ ടോക്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ടോക്ക് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ബേസിക്കലി നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ഇതിൽ ബേസിക്കലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ HRസും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് റോൾ പ്ലേസ് ചെയ്യുക, മോക്ക് ഇൻ്റർവ്യൂസ് ചെയ്യുക. നിങ്ങൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ അടിപൊളി ആവുക എന്നുള്ളതാണ് ഇൻ്റർവ്യൂ ടോക്സിൽ. ഇവിടെ നമ്മളുടെ സൈഡിൽ നിന്ന് ഹ്യൂജ് കോൺട്രിബ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ തമ്മിൽ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ഇൻ്റർവ്യൂ ടോക്സ് വർക്ക് ആവുന്നത്. ചില സമയത്ത് ഞാൻ വന്നിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്, whenever I am available. പക്ഷേ എല്ലാ സമയത്തും നമുക്കിത് നടക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ വളരെ ഫ്യൂ ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി മേജറായിട്ട് നമ്മൾ ഫോക്കസ് കൊടുത്തേക്കുന്ന ആൾക്കാരാണ് ബിഗിനേഴ്സ്. അപ്പോൾ ബിഗിനേഴ്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ ഇത് പിന്നെ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല. അപ്പോൾ ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിലാണ് നമ്മൾ ഈ 21 ഡേയ്സിൻ്റെ സ്ട്രക്ചേർഡ് പ്രോഗ്രാം വരുന്നത്. ബിഗിനേഴ്സ് ചാലഞ്ച് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് 21 ഡേയ്സിൻ്റെ ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമാണ്. അതിൽ ഫുൾ ലോഞ്ച് പാഡ് ഉണ്ടാവും, നിങ്ങൾക്ക് ആ കോഴ്സ് ഉണ്ടാവും, ഗൈഡൻസ് ഉണ്ടാവും, പ്രാക്ടീസ് ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും. എവറിത്തിങ് യു നീഡ് ടു ബിക്കം എ ഡീസൻറ്റ് സ്പീക്കർ. അതൊക്കെ നമ്മൾ ബിഗിനേഴ്സ് ചാലഞ്ചിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ബിഗിനേഴ്സ് ചാലഞ്ചിൽ ഓരോ ട്യൂട്ടോറിയൽ വരും, അതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ് ചാലഞ്ച് വാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഡൗട്ട്സ് ആൻഡ് ഡിസ്കഷനിൽ വന്നിട്ട് ചോദിക്കുക.
എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾ ഇവിടെ വന്ന് ചോദിക്കുക, അപ്പോൾ നമ്മൾ അഡ്മിൻസ് സോൾവ് ചെയ്ത് തരും. പിന്നെ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ആൻസർ അറിയും, അല്ലെങ്കിൽ വേറൊരു യൂസർക്ക് അറിയുന്നുണ്ടെങ്കിൽ, മെമ്പർക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഡൗട്ട്സ് ആൻഡ് ഡിസ്കഷൻ. പിന്നെ ഈ കോഴ്സിൻ്റെ പുറമേ വരുന്ന ഇംഗ്ലീഷിലുള്ള ഡൗട്ട്സും നിങ്ങൾക്ക് ഇവിടെ വന്ന് ചോദിക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ പ്രാക്ടീസ് സോൺ എന്ന് പറഞ്ഞാൽ ഈ ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ട്യൂട്ടോറിയൽ ആയിരിക്കും, ഒരു ലെസൺ ആയിരിക്കും. ആ ലെസൺ നിങ്ങൾ വാച്ച് ചെയ്യുന്നു, ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ആൻഡ് ഡിസ്കഷനിൽ പോയി ചോദിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഓരോ ലെസൺസിനും ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആ ആക്ടിവിറ്റീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. ആ ആക്ടിവിറ്റീസ് നിങ്ങൾ പബ്ലിക്കലി പ്രാക്ടീസ് ചെയ്യണം. അതായത് പ്രാക്ടീസ് സോൺ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ വന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് ഒരിക്കലും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യില്ല. അതും പബ്ലിക്കലി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യില്ല. പബ്ലിക്കലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ സൈക്കോളജിക്കലി നിങ്ങൾ എന്താവും, നിങ്ങളുടെ ആ ഭയം, ആ ഫിയർ ഓഫ് പബ്ലിക് ഫിയർ എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പബ്ലിക് പ്രാക്ടീസ് സോൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതൊക്കെ നമുക്ക് വരും ഡേയ്സിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഫൈനലി നിങ്ങൾ ഈ 3 സാധനത്തിൽ കൂടെ ഗോ ത്രൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ടുണ്ടാവും. നിങ്ങൾ പറയാൻ പോകുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ഒരു സെന്റൻസ് പോലും ഫ്രെയിം ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ചാലഞ്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡീസൻറ്റ് സ്പീക്കർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങളുടെ കൂടെ നിങ്ങൾക്ക് പഠിച്ച സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഡി ടോക്ക് കൊടുത്തേക്കണത്. അതായത് നിങ്ങൾ ബിഗിനേഴ്സ് ചാലഞ്ച് കയറിയിട്ട് പഠിക്കുന്നു, ആ സാധനത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടെ ക്ലിയർ ചെയ്യുന്നു, പ്രാക്ടീസ് ഓണിൽ പോയിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ അത് റിയൽ വേൾഡിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബഡി ടോക്സ് നടക്കും. ബഡി ടോക്സ് എന്ന് പറഞ്ഞാൽ 24/7 ചാറ്റ് ഇങ്ങനെ പോകുന്നുണ്ടാവും. നിങ്ങൾ അവിടെ കയറുന്നു, നിങ്ങൾ ഇന്ന് പഠിച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവരായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അതാണ് ബഡി ടോക്സിൽ നടക്കുക. എന്നാൽ ഇന്റർമീഡിയറ്റ് ടോക്സിൽ എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഓൾറെഡി അറിയുന്ന ആൾക്കാർ ഓരോ സ്പെഷ്യൽ ടോപ്പിക് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വളരെ സീരിയസ് ലേണേഴ്സും ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കാനും പാടുള്ളൂ. എന്നാൽ ഇവിടെ നിങ്ങൾ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം കുറച്ച് മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ നോക്കാം. അതാണ് ബിഗിനേഴ്സ് ആൻഡ് ഇന്റർമീഡിയറ്റിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ പാത്ത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഈ ബഡി ടോക്കിനെ കുറിച്ച് പറഞ്ഞു, ഇന്റർമീഡിയറ്റ് ടോക്കിനൊക്കെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇതെങ്ങനെയാണ് ഇതിൽ കോൺവെർസേഷൻ നടക്കാം? അപ്പോൾ കോൺവെർസേഷൻ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും കോൺവെർസേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വാണ്ട്സ് ടു ടോക്ക്. അപ്പോൾ ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. ആ ജോയിൻ നോക്കി കഴിഞ്ഞാൽ കുറേ ആൾക്കാരായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോയി സംസാരിക്കാം. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ മ്യൂട്ട് ചെയ്യാൻ നോക്കാം, അല്ലാത്ത സമയം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെയാണ് ഓൾറെഡി കോൺവെർസേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പോയി ജോയിൻ ചെയ്യുക. ഇനി കോൺവെർസേഷൻ ഒന്നും നടക്കണമെന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. അഗൈൻ നിങ്ങൾ ഇവിടെ പോവുക, ജസ്റ്റ് ഒന്ന് മേലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും. അവിടെ ആ ഹായ് ബട്ടൺ ഒന്ന് നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതിൽ വിത്തിൻ 1 മിനിറ്റ് അതിൽ ആൾക്കാർ വന്ന് കയറും. ഓക്കെ. സോ അങ്ങനെയാണ് നിങ്ങൾ ഇതിൽ ചാറ്റ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഈ ഫ്യൂ ഡേയ്സ് നമ്മൾ തന്നേക്കുന്നത് നിങ്ങൾ ഐസ് ബ്രേക്കറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ബാക്കിയുള്ളവരായിട്ട് കോൺവോ ബിൽഡ് ചെയ്ത് നിങ്ങൾ ആ ഐസ് ബ്രേക്കർ നടത്താം. ആൻഡ് ഒരു ടിപ്പ് എന്ന് പറയുന്നത് കാഷ്വൽ ആയിരിക്കുക, ഫ്രണ്ട്ലി ആയിരിക്കുക, എംപത്തറ്റിക് ആയി റിയൽ ആയിട്ടിരിക്കുക. നിങ്ങൾ അടിപൊളിയാണെന്ന് നിങ്ങൾ ഒരാളുടെ അടുത്തും പറയേണ്ടതായില്ല. ഞാൻ ഇങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുത്തുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നുള്ളത് ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ഇരിക്കുക. എക്സ്ട്രോവേർട്ട് ആവാൻ ശ്രമിക്കുക. നിങ്ങൾ അത് എന്തായാലും ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇത് എക്സ്ട്രോവേർട്ട് ആവാൻ ശ്രമിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളെ പുഷ് ചെയ്തിട്ട് നിങ്ങളൊരു എക്സ്ട്രോവേർട്ട് ആക്കി മാറ്റാം. ആൻഡ് പിന്നെ പബ്ലിക്കലി പ്രാക്ടീസ് സോണിൽ പോയിട്ട് വേണം നിങ്ങൾ എല്ലാ ആക്ടിവിറ്റീസും പ്രാക്ടീസ് ചെയ്യാം. പബ്ലിക്കലി പ്രാക്ടീസ് ചെയ്യുക, അത് ഹാബിറ്റാക്കി മാറ്റുക. അപ്പോൾ സൈക്കോളജിക്കലി നിങ്ങളെ പബ്ലിക് ഫിയർ മാറിക്കിട്ടും. ആൻഡ് നിങ്ങൾ ഏത് പാത്തിലാണ് ഫിറ്റ്, അതായത് നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ 4 ഗ്രൂപ്പ്, ഇന്റർമീഡിയറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 2 ഗ്രൂപ്പ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതാണ് ഓവറോൾ ആയിട്ട് നമ്മളെ കോഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം. ആൻഡ് കോഴ്സിൻ്റെ ഒരു ഔട്ട്ലൈൻ എനിക്ക് തരണമെന്നുണ്ട്, ബട്ട് ഈ വീഡിയോ ഓൾമോസ്റ്റ് ലോങ് ആയി. പക്ഷേ ബേസിക്കലി നമ്മളെ കോഴ്സിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കോഴ്സിൻ്റെ ബിഗിനേഴ്സ് ചാലഞ്ചിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞിട്ട് നാച്ചുറാലിറ്റി പ്രോഗ്രാമും ഫ്ലുവൻസി പ്രോഗ്രാമുമാണ് വരാം. അപ്പോൾ ഫൗണ്ടേഷനിൽ നമ്മളെ കംപ്ലീറ്റ് ഫൗണ്ടേഷൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കവർ ചെയ്യും. ഇത് നമുക്ക് വേറൊരു വീഡിയോയിൽ കവർ ചെയ്യാൻ വരാം. ഈ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. ആൻഡ് ഫൈനലി ഞാൻ ഇവിടെ ഗൈഡ് ലൈനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് ലൈൻ നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക. ആൻഡ് ഇതിൽ നിന്ന് ഗൈഡ് ലൈൻസ് എന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് കിക്ക് ഔട്ട് അടിക്കും. അതിൽ നമ്മളോട് ഒരു വിഷമവും വിചാരിക്കരുത്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് പോവില്ല. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ, സീ യു ദേർ.